ഹലോ പ്രിയ നിക്ഷേപകരും വ്യാപാരികളും. വിവരവും വിശകലന സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു ജെയ്ത് കെറിലത്. കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. നിങ്ങൾക്ക് കമ്പനിയുടെ ഓരോ പാരാമീറ്ററും വിശദമായി പരിശോധിക്കാം. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ വിശകലനം ചെയ്യും. ഈ അവലോകനം ജൂൺ 22, 2025 വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ജെയ്ത് കെറിലത് കമ്പനി യഥമയ മെഡിയൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു. 15 കമ്പനികളാണ് താരതമ്യത്തിൽ പങ്കെടുക്കുന്നത്. വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ കാണുക. സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ -10 പോയിന്റിൽ 8.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 4.2 പോയിന്റാണ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള US സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.8 ആണെന്ന് ശ്രദ്ധിക്കുക. റേറ്റിംഗിനെതിരെ 8.5 പോയിന്റ് ഏറ്റമയ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും. 592.2% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 296.2%. കമ്പനിയുടെ വിപണി മൂലധനം മൂല്യം $13.87 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $32 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $0.41 ബില്യൺ. ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം $4 ബില്യൺ ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക. മെഡിയൻ ഉപവിഭാഗത്തിൽ വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ 43.522%. പുസ്തക മൂല്യം 9.859%. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. പഠനത്തിലുള്ള കമ്പനിക്ക് $0.473 ബില്യൺ സാമ്പത്തിക ബാധ്യതയുണ്ട്. കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ 114%. കമ്പനിയുടെ കടങ്ങളുടെ ഫലം മോശം -1 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും അതിന്റെ വരുമാനവും തമ്മിലുള്ള അനുപാതം 0 ആണ്. 0 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $207 മില്യൺ. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 29.7 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 5.4 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $470 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. മാർജിനലിറ്റി -44.3%. മൈനസിന്റെ ഉപവിഭാഗത്തിൽ ശരാശരി 19.4%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന -0.5 പോയിന്റ്. ഉപവിഭാഗം അനുസരിച്ച് വ്യക്തികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം 9.785%.
ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 345% കുറവാണ്. ഒരു ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം $6,601,000 ഉപവിഭാഗത്തിൽ $1,484,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭം -$98.3 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് ആണ് $52.9. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഓരോ ജീവനക്കാരനും സ്ഥാപനത്തിന്റെ വരുമാനം $222,000 ആണ്. ഉപവിഭാഗത്തിൽ $273,000. ഉപവിഭാഗ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ റേറ്റിംഗിന്റെ വിൽപ്പന കടന്നുപോകാവുന്ന -0.5 പോയിന്റ്. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 12.6% തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 10.2%. സാങ്കേതിക സൂചകം GRE14 കമ്പനിക്ക് 64% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ GRE ലെവൽ 14 55%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $30.03 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $29.08 ആണ്. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. ഓഹരി മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി ഗെറ്റ്മെനെ സഹായ സംവിധാനം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു ഷെയറിന് $30.04 എന്ന നിരക്കിൽ വ്യാപാരം തുറക്കുക. കമ്പനിക്ക് വളരെ കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മോഡൽ ഉപയോഗിച്ചാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 14.57 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 45.51 ആയി നിശ്ചയിച്ചു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 ജൂലൈ 22 എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഇടപാട് സ്വതന്ത്രമായി അവസാനിക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ. ടിക്കർ BER ആണ് പ്രധാന വാങ്ങൽ ഓർഡർ. പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു. ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് 1. മറ്റൊരു ഓർഡർ അന്തിമ വിലയിൽ അടച്ചു. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും നന്ദി.